ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, എനിക്ക് തോന്നുന്നത് അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, അവൻ കൃത്യസമയത്തിന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ആള് മരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് ആള് മരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇങ്ങനെയും പറയും, ആൾ പെട്ടെന്ന് തന്നെ മരിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ. ഇതുപോലെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്, തോന്നുന്നില്ല ഇങ്ങനെയും പറയാറുണ്ട് നമ്മൾ. ഉദാഹരണത്തിന്, അവൾ ഈ എക്സാമിന് പാസ്സാകുമെന്ന് തോന്നുന്നില്ല, അവൻ കൃത്യസമയത്ത് വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. യെസ്, എന്നാൽ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്: സീം ടു ബി, തോന്നുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. സീം ടു ബി. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സംസാരിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു വാചകം നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. യെസ്, ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നാണ് തോന്നുന്നത്. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമെന്നാണ് തോന്നുന്നത്. യെസ്, അത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഷീ സീം ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. യെസ്, ഷീ സീം ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. അവൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഷീ സീംസ് ടു ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: അവൻ കൃത്യസമയത്ത് വരുമെന്നാണ് തോന്നുന്നത്. അവൻ കൃത്യസമയത്ത് വരുമെന്നാണ് തോന്നുന്നത്, ഭയങ്കര കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചില ആളുകൾ ഇങ്ങനെ പറയേ, ഇപ്പോൾ സമയം ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഇനിയിപ്പോൾ അവൻ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരാൾ പറയാണ്, അങ്ങനെയൊന്നും പറയണ്ട, അവൻ കൃത്യസമയത്ത് തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഹി സീം ടു ബി കം ഓൺ ടൈം. ഹി സീം ടു ബി കം ഓൺ ടൈം. അവൻ ഓൺ ടൈം, കൃത്യസമയത്ത് തന്നെ അവൻ വരുമെന്നാണ് തോന്നുന്നത്. ഹി സീം ടു ബി കം ഓൺ ടൈം, കറക്റ്റ് സമയത്ത് അവൻ വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? അതായത് ചില ആളുകളുടെ കിടപ്പ് കണ്ടാൽ ഉറപ്പാണ് ആൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ വേളയിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും ഒരു സംഭവം. അപ്പോൾ ആളെ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചു ആളുകൾ തീരുമാനമായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്നിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, അത് അയാളെ കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. യെസ്, ഇതെങ്ങനെയാണ് പറയുന്നത്? ഹി സീം ടു ബി ഡൈഡ്. ഹി സീം ടു ബി ഡൈഡ്. ഡൈഡ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, മരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഹി സീം ടു ബി ഡൈഡ്. ഇനി അതല്ല, ഇങ്ങനെ പറയാൻ, ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വയ്യാതെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, അവരാണല്ലോ അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, അയാൾ പെട്ടെന്ന് തന്നെ മരിക്കുമെന്നാണ് തോന്നുന്നത്. ഉടനെ തന്നെ അയാൾ അല്ലെങ്കിൽ ആള് മരിക്കുമെന്നാണ് തോന്നുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. ഇങ്ങനെയാണ് പറയുന്നത്: ഹി സീം ടു ബി ഡൈ സൂൺ. ഹി സീം ടു ബി ഡൈ സൂൺ. നേരത്തെ നമ്മൾ ഡൈഡ് എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഡൈ എന്നാണ് പറയുന്നത്. ഹി സീം ടു ബി ഡൈ സൂൺ. അയാൾ അല്ലെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് പറയുന്നത്, സീം ടു ബി. ഇനി ഇതുപോലെ മാത്രമല്ല, നമുക്ക് നെഗറ്റീവായിട്ടും വേണമെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ, അവൾക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവൾ പരീക്ഷ പാസ്സാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സ്വന്തം അധ്യാപകൻ ഒപ്പ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അവൾ പരീക്ഷ പാസ്സാകുമെന്ന് തോന്നുന്നില്ല? ഇത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ഷീ ഡസൻറ്റ് സീം ടു ബി ഏബിൾ ടു പാസ് ദ എക്സാമിനേഷൻ. ഷീ ഡസൻറ്റ് സീം ടു ബി ഏബിൾ ടു പാസ് ദ എക്സാമിനേഷൻ. അവൾ പരീക്ഷ പാസ്സാകുമെന്ന് തോന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ കഴിയുമെന്ന് തോന്നില്ല. ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിയുക എന്നാണ്. അപ്പോൾ ആ ഒരു അർത്ഥം കൂടെ അവിടെ വരും കേട്ടോ. ഷീ ഡസൻറ്റ് സീം ടു ബി ഏബിൾ ടു പാസ് ദ എക്സാമിനേഷൻ. പരീക്ഷയ്ക്ക് അവൾക്ക് പാസ്സാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, അവൻ ഇനി കൃത്യസമയത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അല്ലെങ്കിൽ അവൻ ഇനി കൃത്യസമയത്ത് വരുമെന്ന് തോന്നുന്നില്ല, ഇനി അവനെ കാക്കണ്ട, നമുക്ക് പോകാം. യെസ്, അത് പറയുന്നതും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഹി ഡസൻറ്റ് സീം ടു ബി കം ഓൺ ടൈം. ഹി ഡസൻറ്റ് സീം ടു ബി കം ഓൺ ടൈം. അവൻ കൃത്യസമയത്ത് വരുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ഏബിൾ അതിൻ്റെ ഇടയിൽ വെച്ചു കൊടുത്താൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഹി ഡസൻറ്റ് സീം ടു ബി ഏബിൾ ടു കം ഓൺ ടൈം. അവന് കൃത്യസമയത്ത് വരാൻ സാധിക്കുമെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് പറഞ്ഞത്, തോന്നുന്നു, തോന്നുന്നില്ല. സീം ടു ബി, ഡസിൻറ്റ് സീം ടു ബി. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി ഈ രീതിയിൽ വരുന്ന എന്ത് കാര്യങ്ങളും നിങ്ങൾ ഇത്തരത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞ് സംസാരിച്ച് എഴുതി പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ, കണ്ടന്റുകൾ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.